പറഞ്ഞ പോലെ 2 പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുള്ളതാണ് ഞാൻ. അപ്പൊ നല്ല കാര്യത്തിലും ചീത്ത കാര്യത്തിലും കിടന്നിട്ടുണ്ട്. പ്രാവശ്യം വാട്ടർ അതോറിറ്റി തല്ലിപ്പൊളിച്ചതിന്റെ പേരില് ഞങ്ങളവിടെ കുടിവെള്ള ക്ഷാമം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ സമരം നടത്തിയതിന്റെ പേരിൽ വാട്ടർ അതോറിറ്റി തല്ലിപ്പൊളിച്ചെന്ന് പറഞ്ഞ 7 ദിവസം നന്നാവാത്തതിന്റെ ഒന്നുമല്ല. എന്റെ വീട് എങ്ങനെ നോക്കണം, എന്റെ പിള്ളേരെങ്ങനെ ചെയ്യണമെന്നൊക്കെ നമുക്ക് നമുക്കറിയാലോ. പിന്നെ എന്റെ കുറച്ച് കൊള്ളരായ്മകൾ ഉണ്ടാവുമല്ലോ. അതെല്ലാം മനുഷ്യർക്കുണ്ടല്ലോ നല്ലതും ചീത്തയും. അല്ല, ആൾക്കാർക്ക് ദോഷവുമാവുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യാറുണ്ട്. ധർമ്മചേട്ടന്റെ തുടക്കം എന്ന് പറയുന്നത് സിനിമയിൽ നിന്നായിരുന്നില്ല, മിമിക്രിയിലൂടെ വന്ന് TV ഷോസിലൂടെ വന്ന് ടിവിയിൽ നമ്മൾ സീരിയൽ അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടല്ല, 3 മെഗാ സീരിയൽ എഴുതിയിട്ടുണ്ട്. ആണോ? തിരുവനന്തപുരത്ത് പോയി കളിച്ചാലും ഒരു ദിവസത്തെ പേയ്മെന്റ് 125 രൂപ. കണ്ണൂര് പോയി കളിച്ചാലും 125 രൂപയായിരുന്നു അന്നത്തെ പേയ്മെന്റ്. ഇന്നിപ്പോ അത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അറ്റത്ത് എത്ര പൂജ്യങ്ങൾ ചേർക്കണം എന്നുള്ളതാണ് അല്ലേ? ആൾക്കാര് ഡിവോഴ്സ് ചെയ്ത് പോണതോ അത് പോണതോ എനിക്കറിയാൻ പാടില്ല, എനിക്ക് പറ്റൂല. ഭാര്യ ചേച്ചി ഇല്ലാണ്ട് ഒരു ജീവിതം പറ്റൂല. അപ്പൊ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് പെട്ടെന്ന് ധർമ്മചേട്ടനെ അധികം കാണുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഇത് എന്തു പറ്റി? ഇനി രാഷ്ട്രീയത്തിൽ സജീവമായതുകൊണ്ടാണോ? സിനിമ വിട്ടോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എന്നെ വിളിച്ചില്ലായിരുന്നു. ഞങ്ങള് കല്യാണത്തിന് പോലും പ്രോത്സാഹനം ഞങ്ങൾ 2 മക്കളാണ്. അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? നിങ്ങൾ തമ്മിൽ വീണ്ടും കല്യാണം കഴിക്കുന്നു പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ആകെയുള്ളൊരു പേടി ഞങ്ങളോട് നാണോ ഇല്ലതൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് മക്കളോട് എന്റെ ഭാര്യനെ തന്നെ വീണ്ടും കിട്ടുന്നു അല്ലേ? മക്കള് പറഞ്ഞെന്താ വെച്ചാല് അവരുടെ കൂട്ടുകാരൊക്കെ നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്ത മക്കളാണ്, അമ്മയുടെ അച്ഛന്റെ കല്യാണം വീണ്ടും കൂടാൻ പറ്റി. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പൊ ഇതാ ഇവിടെ വേറെ കുറെ ചേട്ടന് കിട്ടിയ കുറെ നല്ല സ്നേഹ സമ്മാനങ്ങൾ ഇവിടെ കുറെ ഇവിടത്തോളം ഈ കണ്ണു മേളിൽ വരെ വെള്ളം പൊങ്ങിയതാ. 2018 വെള്ളപ്പൊക്കം. ഇവിടെ വെള്ളം കയറുവോ? വെള്ളം കയറുന്നല്ല, ഇവിടത്തോളം കയറി. ഇതിന് റീക്രിയേഷൻ ആണ് ഇതെല്ലാം. അപ്പൊ ഇവിടെ കിടന്ന ഫർണിച്ചർ എല്ലാം പോയി, അവാർഡുകളും എല്ലാം പോയി. കുറച്ച് സിനിമയുടെ മാത്രം കൊണ്ട് മേളിൽ കൊണ്ട് വെച്ച് ബാക്കിയെല്ലാം പോയി. ഇതൊക്കെ 2ാമത് ചെയ്തതാ. ആണല്ലേ? ഇതിന്റെ ഒരു കോമഡി ഉണ്ട്. ഈ വുഡില്ലേ, ഈ വുഡിന്റെ കോമഡി എന്ന് പറഞ്ഞാല് എന്റെ ഒരു സുഹൃത്തുണ്ട് ജെയ്സൺ എന്ന് പറഞ്ഞാൽ, 2ാമത് പണിയിപ്പിച്ചിട്ട് ഇതേപോലെ സെയിം പണിയിപ്പിച്ചിട്ട് സൺഡേ പണി തീർന്നപ്പോ ഞങ്ങള് പോയി കിടന്നുറങ്ങി. രാവിലെ പണി ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട് ലൈറ്റ് ഒക്കെ നോക്കി വന്നപ്പോ ഇതെല്ലാം കൂടി പൊള്ളച്ചത് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ പുള്ളിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, പുള്ളി കമ്പനിയിലേക്ക് വിളിച്ചു. പറഞ്ഞു സാറേ അത് എല്ലാം ഇങ്ങനെ പൊള്ളച്ചു വന്നു, സിനിമാറിന്റെ വീട്ടിലാണ് അത് ചെയ്തു കൊടുത്തേക്കണത്. ആരുടെ വീട്ടിലാ? ധർമ്മജൻ ബോൾ കട്ടി. അയ്യോ പ്രശ്നമല്ലോ, അവിടെ പറവൂര് നമ്മുടെ ഗോഡൗൺ ഉണ്ട്, അവിടെ നിന്ന് പോയി മേടിച്ചു കൊടുത്തിട്ട് ഫുൾ പണിത് കൊടുത്തു പുള്ളിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഞെട്ടിപ്പോയി. എന്താന്നറിയാമോ? ഈ വുഡിന്റെ ബ്രാൻഡ് അംബാസഡറാണ് ഞാനും പിഷാരടി. നല്ല കഥ, വളരെ നല്ല കഥ. ഞാന് അവനോട് പണ്ടൊരു പരസ്യം ചെയ്തത് അതിന്റെ. അപ്പൊ അപ്പോഴും ഇപ്പോഴും ഞങ്ങൾ തന്നെയാണ് അതിന്റെ ആൾക്കാര്. പണി നമുക്കിട്ട് തന്നെ കിട്ടി. അല്ല, അവരുടെ കുഴപ്പമൊന്നും ആയിരുന്നില്ല. ഈർപ്പം നിക്കണല്ലോ, വെള്ളപ്പൊക്കത്തിന്റെ ഈർപ്പം നിൽപ്പുണ്ടായിരുന്നു. അതാണ്. എന്നിട്ട് അവര് അതിന്റെ ബാക്കിൽ കൊണ്ടുവന്ന് വേറൊരു വുഡ് അടിച്ചു, അതിന്റെ പുറത്തോട്ട് ശരിയാക്കി. പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പൊ ഇപ്പൊ അല്ല, മഴ പെയ്താൽ വെള്ളം പെട്ടെന്ന് കയറുന്ന ഒരു ഏരിയ ആണോ? അപ്പൊ ഇവിടെ വന്നപ്പോഴേ ഉള്ളൂ, അല്ലാതെ വെള്ളക്കെട്ട് പെട്ടെന്ന് വരാറില്ല. അങ്ങനെയില്ല. ഓക്കെ, ശരി, നമുക്ക് നടക്കാം. ചേച്ചി, ഞാൻ ചേച്ചിയോട് കുറെ നേരമായിട്ട് ചോദിക്കാൻ വന്നോണ്ടിരിക്കുന്ന കാര്യം. ഞാൻ രമേശ് ചേട്ടന്റെ അടുത്ത് ചോദിച്ചു ധർമ്മജൻ ചേട്ടന്റെ സ്ഥിരമായിട്ട് മാറ്റാൻ പറ്റാത്ത കാര്യം. അപ്പൊ ചേച്ചി ഇരുന്ന് തല കുലുക്കുന്നുണ്ടായിരുന്നു. വേണ്ട, ഞാൻ ചേച്ചിയോട് ചോദിക്കട്ടെ. ചേച്ചി പറയൂ, എന്താണ് ആ കാര്യം? പറയൂ, എന്താണ് ആ കാര്യം? പറയൂ. അങ്ങനെയൊന്നുമില്ല, എന്നാലും പറയൂ. കുഴപ്പമൊന്നുമില്ല. പേടിച്ചില്ല. നന്നാവൂലേ? എന്തേലും പറഞ്ഞാലും നന്നാവൂല. എന്നാ പിന്നെ വേണ്ട, കാര്യം വിട്ടേക്കാം. എന്താ ധർമ്മൻ ചേട്ടാ നന്നാവാത്തെ എന്ന് പറയില്ലേ? ആ സിനിമ പാട്ട് കറക്റ്റ് ആണല്ലോ അപ്പൊ ധർമ്മജന്റെ കാര്യത്തില്. എന്നെ തല്ലേണ്ട നന്നാവൂല. നന്നാവാത്തതിന്റെ ഒന്നുമല്ല, എന്റെ വീട് എങ്ങനെ നോക്കണം, എന്റെ പിള്ളേരെങ്ങനെ ചെയ്യണമെന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. നമുക്കറിയാലോ. അതൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ടും നോക്കുന്നുണ്ട്. പിന്നെ എന്റെ കുറച്ച് കൊള്ളരായ്മകൾ ഉണ്ടാവുമല്ലോ. അതെല്ലാം മനുഷ്യർക്കുണ്ടല്ലോ നല്ലതും ചീത്തയും. അല്ല, ആൾക്കാർക്ക് ദോഷവുമാവുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യാറില്ല. ഓക്കെ.
മനസ്സിലായി. ആൾക്കാർക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഇപ്പോഴും ആൾക്കാർ വന്നതും അവർ സഹായം ചോദിച്ചിട്ട് വന്നാലും ഇവിടെ നിന്ന് മടക്കി വിടാറില്ല ഒരാളെ. അത് ഞാനാണെങ്കിലും ഇവളാണെങ്കിലും അത് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെ മനുഷ്യരായിട്ടുള്ള കൊണ്ടുവരാനൊക്കെ ഞാൻ പറഞ്ഞ പോലെ 2 പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ നല്ല കാര്യത്തിനും ചീത്ത കാര്യത്തിനും കിടന്നിട്ടുണ്ട്. ചീത്തക്കാര്യം എന്ന് പറഞ്ഞൊരു ആരെയും പിടിപ്പിച്ചിട്ടൊന്നുമല്ല കേട്ടോ, വെറുതെ. നല്ല കാര്യത്തിന് എന്തിനാ ധർമ്മചേട്ടാ ജയിലിൽ കിടക്കണേ? ഞാൻ കോൺഗ്രസ്സുകാരനാന്നറിയാലോ, അറിയാം. ഞാൻ നിയമസഭയിൽ ഇലക്ഷൻ ആളല്ലേ. പ്രാവശ്യം വാട്ടർ അതോറിറ്റി തല്ലി പൊളിച്ചതിന്റെ പേരിൽ ഞങ്ങളവിടെ കുടിവെള്ള ക്ഷാമം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ സമരം നടത്തിയതിന്റെ പേരിൽ വാട്ടർ അതോറിറ്റി തല്ലി പൊളിച്ചെന്ന് പറഞ്ഞ 7 ദിവസം. മുൻഷണ്ടിക്കാരനാണോ? ഉണ്ട്. എന്നാലും അങ്ങനെയില്ല, ക്ഷമയൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ പൊട്ടിത്തെറിച്ചാൽ അതിൽ ഭയങ്കര പൊട്ടിത്തെറിക്കലായിരിക്കും. ക്ഷമ ഭയങ്കര. ഓ അങ്ങനെയാണല്ലേ, വൻ പൊട്ടിത്തെറിയായിരിക്കും. അല്ല, നമ്മൾ ക്ഷമ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് മുൻഷണ്ടി വരാൻ നേരത്ത് നമ്മൾ പലരും ആലോചിക്കും. നമ്മൾ ഈ ഡയറക്ടർ സിദ്ദിഖ് സാറിനെയൊക്കെ വെറുതെ ആലോചിക്കും. അതെന്താ? അങ്ങനെയൊക്കെ ക്ഷമയുടെ ഒരു നെല്ലിപ്പലക യൂണിവേഴ്സിറ്റിയാണ് ആണല്ലേ. അപ്പൊ വെറുതെ ആലോചിച്ചു കഴിഞ്ഞാല് എന്തിനാ ധർമ്മജാ നമ്മള് ചൂടാകുന്നത്? പുള്ളി ആക്ഷൻ പറയണത് പോലും അങ്ങനെ തന്നെയാണ്. ഞാൻ പുള്ളിയുടെ സിനിമ, പുള്ളിയുടെ കയ്യൊപ്പ് പൊതിഞ്ഞ അവസാന സിനിമയാണ് ഇപ്പൊ 9-ാം തീയതി ഇറങ്ങാൻ പോകുന്നത്. എന്റെ സിനിമ പൊറാട്ട് നാടകം എന്ന് പറഞ്ഞ സിനിമ. പുള്ളിക്ക് ആക്ഷൻ പറയണ പോലും ആക്ഷൻ എന്നൊക്കെ പറയുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ടിനിയൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ ഉണ്ട്. ഭക്ഷണം കിട്ടാണ്ട് ടിനി അങ്ങനെ പേടിക്കണ്ട, 6 ദിവസം വരെ നമുക്ക് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റും. അത്രയും ഭക്ഷണം കിട്ടി. എന്നാലും പുള്ളി അങ്ങനെ രീതിയിൽ ചിന്തിക്കണം എന്ന് പറഞ്ഞാലേ ഭയങ്കര വേറൊരു മൈൻഡാണത്. നമുക്ക് ഒരാള് ഇടിച്ചിങ്ങോട്ട് കേറി മോനെ മാറ്റാതെ മറിച്ചാന്ന് പറയാൻ നേരത്ത് നമ്മള് വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോ ഇല്ലേ കുറച്ചു നേരത്തെ പ്രശ്നം ഉണ്ടാവുള്ളൂ. ചിലപ്പോ പൊട്ടിച്ചു പോവും. നമ്മളൊന്ന് സോഫ്റ്റ് ആകാൻ തീരുമാനിച്ചാൽ പ്രശ്നം അവിടെ തീരും. അതാണ് അതിന്റെ ഒരു ടെക്നിക്ക്. നമ്മളിങ്ങനെ വന്നിട്ട് പൊട്ടത്തിലുള്ള ഇങ്ങനെ മറ്റൊരു മറിച്ചതൊക്കെ പറഞ്ഞു ഓക്കെ എന്നിട്ട് സോഫ്റ്റ് ആയിട്ട് കുറെ കഴിഞ്ഞ് തീർന്ന ഈ വിളായാലും തീർന്നോ, പ്രശ്നങ്ങൾ തീർന്നോ, കുഴപ്പമുണ്ടോ, എനിക്ക് വർത്തനം പറയാമോ, എന്നിട്ടാണ് അത് കാര്യങ്ങളൊക്കെ ചെയ്യാ. പക്ഷെ ഒരു സമയത്ത് അത് പറഞ്ഞാല് എല്ലാ കുടുംബത്തിലും ഭർത്താവുമാരൊക്കെ ഇട്ട് വഴക്കൊക്കെ ഉണ്ടാവും. അതൊന്നും കെട്ടിപ്പിടിച്ച് തീരാത്ത പ്രശ്നമൊന്നുമില്ല. അത് തീരും. ആൾക്കാര് ഡിവോഴ്സ് ചെയ്ത് പോണതോ അത് പോണതൊക്കെ എനിക്കറിയാൻ പാടില്ല, എനിക്ക് പറ്റൂല. ഭാര്യ ചേച്ചി ഇല്ലാണ്ട് ഒരു ജീവിതം പറ്റൂല അല്ല ധർമ്മചേട്ടാ. ഭാര്യ മരിച്ചാൽ ഭർത്താക്കന്മാർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. ശരിക്കും ഭർത്താക്കന്മാര് മരിച്ചാൽ ഭാര്യമാര് പുഷ്പം പോലെ ജീവിക്കും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ബഹുമാനിച്ച് ആദരിച്ച് സ്നേഹിച്ച് ഒരുപാട് ജീവിതങ്ങൾ കണ്ടിട്ടുള്ള, ഒരുപാട് പേര് ഡിവോഴ്സ് ചെയ്ത് പോണതും അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള. എന്തിനാണ് ഇവർ ഡിവോഴ്സ് ചെയ്ത് പോയത്? ചിലപ്പോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുള്ളൂ, തീർക്കാൻ പറ്റാവുന്നേ ഉണ്ടാവുള്ളൂ. എന്തോ അങ്ങനെ പറ്റിപ്പോണു. നാളെ ഞങ്ങൾ അങ്ങനെ ആവുമെന്ന് അറിയാൻ പാടില്ല. എന്നാലും ഞാൻ പറഞ്ഞാണ് എനിക്ക് പറ്റൂല. ചേച്ചി പറ്റൂല, അതേ പറഞ്ഞു, എനിക്കും പറ്റൂല. ധർമ്മചേട്ടൻ ചേച്ചി എങ്ങനെയാ വിളിക്കുന്നേ? ധർമ്മചേട്ടാൻ തന്നെ വിളിക്കണേ. ചേട്ടൻ വിളിക്കുന്ന അനു തന്നെയാണ് അല്ലേ? ശരി, ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സമ്മാനങ്ങൾ ചേട്ടാ ഇതിലെ ഏതെങ്കിലും ഒരു ട്രോഫി എന്ന് പറയുന്നത് ശരിക്കും പ്രത്യേകം നമ്മുടെ ആ ഒരു നിമിഷം നമ്മുടെ മനസ്സിലേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു പാപ്പി അപ്പച്ചയുടെ കാര്യം, അതേപോലെ ആദ്യത്തെ സിനിമ, അതേപോലെ ഇതിലെ ഈ സിനിമ 1000 എപ്പിസോഡ് ആഴ്ചയിൽ 1 വീതം. എനിക്കറിയാലോ സിനിമ, അറിയാലോ, നിങ്ങളെ ടൈമില് രസികരാജൻ ചെയ്യുന്നുണ്ട്. ഇത് ആഴ്ചയിൽ 1 വീതം ചെയ്ത ഒരു എപ്പിസോഡ് കുറെ വർഷങ്ങൾക്ക് ശേഷം 1000 എപ്പിസോഡിൽ നിർത്തി. അതിന്റെ ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര പ്രാധാന്യമുള്ളത്. അതാണ് ഇത് സിനിമയുടെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഫിലിം ഫെയർ, UK കിട്ടിയ അവാർഡുണ്ട്. പിഷാരടിയുടെ പടത്തിന്റെ 75ാം ദിവസം ഉണ്ടാക്കിയ ഒരു പടം, ഞാൻ ഉണ്ടാക്കിയ പടം അത്. അറിയാം. ധർമ്മജൻ ബോൾഗട്ടി ഇതും വെച്ചിട്ട് ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ എന്റെ ഒരു സംവിധായകനെ അതിലേക്ക് കൊണ്ടുവന്നു, നിർമ്മാതാവിനെ കൊണ്ടുവന്നു, ഞാൻ ഉണ്ടാക്കിയ പടമാണത്. അതില് ധർമ്മജൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അഭിനയിച്ചിട്ടുണ്ട്, പൈസ ഇറക്കിയിട്ടുണ്ട്. പൈസ ഇറക്കിയ പടം എന്റെ മൊമെന്റ് ഇവിടെ ഇല്ല. അതെന്താ വെക്കാത്ത? സ്വന്തം സിനിമയുടെ വെക്കാത്ത? അത്ര ദിവസം ഓടിയില്ല, അതുകൊണ്ട് വെച്ചില്ല. പക്ഷെ നഷ്ടമൊന്നും ഉണ്ടായില്ല. ഇത് എന്റെ മോള് അഭിനയിച്ചൊരു
ഷോർട്ട് ഫിലിമാണ്. ഇതാരാ വൈകിയോ? വേദ. വേദ. ഓക്കെ. ഇപ്പം ഈ വേദ ഇന്നിപ്പം 8th പഠിക്കുകയാണല്ലേ? 9th. ആ ഓക്കെ ശരി. നല്ല ഒരു 3 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം ആയിരുന്നു. എന്റെ കൂടെയുള്ള എന്റെ വണ്ടി ഓടിക്കുന്ന ഒരു പയ്യനാണ് ഇത് ഡയറക്ട് ചെയ്തത്. വേദയ്ക്കാണോ അഭിനയത്തിലേക്കുള്ള താല്പര്യമല്ല? വൈകിക്കില്ല. കലാകാരികളാണ്. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഇവളാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇവള് 3 സിനിമയിൽ അഭിനയിച്ചു. ആദ്യം അഭിനയിച്ച സിനിമ ജോർജ് സാറിന്റെ സിനിമയാ, ഓറഞ്ച് മറൈൻ ജ്യൂസ്. ഓഹോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണഞ്ചന്റെ താമരക്കുളത്തിന്റെ വിധി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. മൂന്നാമത്തത് അജു വർഗീസും ധ്യാൻ ശ്രീനിവാസനൊക്കെ കൂടി ചെയ്തൊരു പടത്തില് എന്റെ മോളായിട്ട് തന്നെ അഭിനയിച്ചു. അപ്പം വൈകിക്ക് ഇത് കാണുമ്പോ അവൾക്കും അഭിനയിക്കണം എന്ന് താല്പര്യം തോന്നാറില്ലേ? ഇവര് തമ്മിലുള്ള ഏറ്റവും നല്ല രസം എന്ന് പറഞ്ഞാല് ഈഗോ ഇല്ല എന്നുള്ളതാണ്. അല്ല എന്നാലും ഒരു താല്പര്യം വരുമല്ലോ. പിന്നെ ഭയങ്കര കെട്ടിപ്പിടുത്തവും അങ്ങനെയാണ് സിസ്റ്റേഴ്സ്. പക്ഷെ എന്നാലും ഒരാൾ ചെയ്യുന്ന കാണുമ്പോൾ മറ്റേ ആൾക്കും എനിക്കും അഭിനയിക്കണം എന്നൊരു താല്പര്യം വരുമല്ലോ. ആൾക്ക് പ്രോത്സാഹനം കൊടുക്കുള്ളൂ. ആണല്ലേ? ഞങ്ങള് കല്യാണത്തിന് പോലും പ്രോത്സാഹനം ഞങ്ങൾ 2 മക്കളാണ്. അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? നിങ്ങൾ തമ്മിൽ വീണ്ടും കല്യാണം കഴിക്കുന്നു ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പേടി, ഞങ്ങളോട് നാണോ ഇല്ലതൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇതിനാണ് മക്കളോട് എന്റെ ഭാര്യനെ തന്നെ വീണ്ടും കിട്ടുന്നു അല്ലേ? മക്കള് പറഞ്ഞെന്താ വെച്ചാല് അവരുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്ത മക്കളാണ്, അമ്മയുടെ അച്ഛന്റെ കല്യാണം വീണ്ടും കൂടാൻ പറ്റി. അപ്പൊ അവരുടെ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരെ പേടിക്കാൻ. അത് തന്നെ. ഞങ്ങടെ കൊണ്ട് ഇനി നമുക്ക് ഇങ്ങോട്ട് വീടൊക്കെ കാണട്ടെ. അപ്പൊ നമുക്കെന്ന് ഇവിടെ സെറ്റ് ചെയ്താലോ? ഇന്നത്തെ ശാന്തി മുഹൂർത്തം ഇവിടെയാണ് ലവിന്റെ ബെഡ്ഷീറ്റ് ഉള്ളത്. ലവ് കണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആംഗ്ലനും ബംഗ്ലനും കൂടെ നമുക്ക് ഇവിടെ ഉണ്ട്. കറക്റ്റ് ലവ് ചേച്ചി അറിഞ്ഞിട്ട പോലെ ഉണ്ട് ഈ ബെഡ്ഷീറ്റ്. നമുക്ക് ഇങ്ങോട്ട് അവരെ കൊണ്ടൊന്ന് വിടാം അല്ലേ? ശരി, ഇനി നമുക്ക് പയ്യെ താഴേക്ക് പോവാം. അങ്ങനെ മേൽഭാഗം ഇവിടെ എല്ലായിടവും നമ്മൾ കണ്ടു. അമ്മച്ചില്ലാത്തൊരു അവളുടെ അമ്മയുണ്ട്. ഇത് നിങ്ങളുടെ കുടുംബക്കാരെല്ലാവരും അല്ലേ? ആ ഇപ്പൊ ഏത് സിനിമ? ധർമ്മചേട്ടൻ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്താ ഇപ്പം നമ്മൾ അധികം ആക്റ്റീവായിട്ട് ലൈറ്റ് ഗ്ലെയർ അടിക്കണ്ട. ഇപ്പൊ എന്താ ധർമ്മചേട്ടൻ ഇപ്പൊ കുറച്ച് ആക്റ്റീവ് അല്ല, കുറച്ചിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു, അങ്ങനെയൊക്കെ ഒരു പരക്കെ ഒരു. ഇപ്പൊ ഞാൻ എന്റെ ഒരു 6-7ഓളം പടങ്ങൾ ഇറങ്ങാനുണ്ട്. 9-ാം തീയതി പുതിയ പടത്തിന്റെ റിലീസാണ്. ഓക്കെ. ഈ ഓഗസ്റ്റ് 9-ന് പൊറാട്ട് നാടകം എന്ന് പറഞ്ഞിട്ട് സൈജു കുറുപ്പാണ് നായകൻ. ഒപ്പത്തിനൊപ്പം ഉണ്ട്, ഞാനും ഉണ്ട്. പൊറാട്ട നാടകത്തിലെ പൊറാട്ട നാടകക്കാരൻ ഞാനാണ്. അത് ഇറങ്ങാനുണ്ട്. TK രാജീവ് കുമാർ സാറിന്റെ സംവിധാനത്തില് ഷൈൻ നിഗവും ഒക്കെ ആയിട്ട് അഭിനയിച്ച ബെർമുഡ ഇറങ്ങാനുണ്ട്. പോലീസ് ഡേ എന്ന് പറഞ്ഞിട്ട് ടെനിടോം വിളിച്ചിട്ടുണ്ട്. ടെനിടോമിന്റെ ഒരു നഗരായിട്ടുള്ള പടം ഇറങ്ങാനുണ്ട്. പിന്നെ അപ്പൊ ഈയിടെ ഈ കുറച്ച് നാളുകളായിട്ട് അധികം സൈലന്റ് ഉണ്ടോ? ആ സിനിമയിലും ഉണ്ടോ? വിപിനും വിഷ്ണുവും കൂടി അഭിനയിച്ചേക്കുന്ന സിനിമയില് നല്ല വേഷത്തില് അതുണ്ട്. അത് വിശുദ്ധ തെമ്മാടി എന്ന് പറഞ്ഞൊരു സിനിമ അതുണ്ട്. അങ്ങനെ 6-7 സിനിമ ഇനി വരാൻ നിക്കാണ്. അപ്പൊ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് പെട്ടെന്ന് ധർമ്മചേട്ടനെ അധികം കാണുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഇത് എന്ത് പറ്റി? ഇനി രാഷ്ട്രീയത്തിൽ സജീവമായതുകൊണ്ടാണോ? സിനിമ വിട്ടോ? ഇങ്ങനെയൊക്കെ ഒരു എന്നോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചാല് രമ്യനെ കുറെ ആൾക്ക് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞാല് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല പ്രോഗ്രാംസ് ഒന്നും. ഇല്ല, ഞാൻ ദുബായിലായിരുന്നു, നാട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എന്നെ വിളിച്ചില്ലായിരുന്നു. ഓക്കെ, അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാണല്ലോ അല്ലെ? ഞങ്ങളെല്ലാരും ഒരു സിനിമയിലൂടെ 10-20 പേര് വരെ ഒഴുക്കിന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് തരേണ്ട പേയ്മെന്റ് ഒന്നും അവർക്ക് കൊടുക്കേണ്ടി വരില്ല. ശരിയാണ്, വാസ്തവമാണ് അതെല്ലാം. അപ്പൊ നമുക്ക് തരേണ്ട പേയ്മെന്റ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. അവർ അഭിനയിക്കുകയും ചെയ്യും, അവർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. നമ്മള് വേണ്ടവരാണ് നമ്മൾ വിളിക്കൂ. തീർച്ചയായിട്ടും ധർമ്മജൻ തന്നെ അത് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർ നമ്മൾ എന്തായാലും വിളിക്കും. നമ്മൾ അങ്ങനെ ഭ്രമിപ്പിച്ചിട്ടില്ല. നമ്മള് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ആഗ്രഹിച്ചിട്ട് കൂടുതൽ തന്നിട്ടുണ്ട് സിനിമ. ഞാനൊരു 135-ലധികം സിനിമ ചെയ്തിട്ടുണ്ട് 10 വർഷം കൊണ്ട്. പക്ഷെ എനിക്ക് ധർമ്മചേട്ടനെ സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ധർമ്മചേട്ടൻ ആ സ്ക്രീനിൽ ഉണ്ടെങ്കിൽ ഞാനും എന്റെ മോളും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കോമഡി നമ്മള് ധർമ്മചേട്ടന്റെ ഒരു ഡയലോഗ് ഇല്ലെങ്കിൽ പോലും ധർമ്മചേട്ടൻ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അത് നമ്മൾ ആ സീക്വൻസ് ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഫുൾ കാണും. അതൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. നമ്മുടെ ഒരു രീതി വെളിവാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ധർമ്മചേട്ടന് തോന്നുന്നുണ്ട് ഇന്നത്തെ ധർമ്മചേട്ടന്റെ തുടക്കം എന്ന് പറയുന്നത് സിനിമയിൽ നിന്നായിരുന്നില്ല, മിമിക്രിയിലൂടെ വന്ന് TV ഷോസിലൂടെ വന്ന് ടിവിയിൽ സീരിയൽ അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടല്ല, 3 മെഗാ സീരിയൽ എഴുതിയിട്ടുണ്ട്. ആണോ? അതേതാ ധർമ്മചേട്ടൻ? എനിക്കറിയില്ലായിരുന്നല്ലോ. സുന്ദരികളും ഞാനും. അത് ധർമ്മചേട്ടൻ സുന്ദരി, സന്താന ഗോപാലം, 3 സീരിയലുകൾ
അപ്പൊ ഇനിയും പ്ലാൻ ഉണ്ടോ സീരിയലിന്റെ? സീരിയൽ എടുത്ത് ഭയങ്കര പാടാണ് വന്നത്. അതെന്താ ധർമ്മജേട്ടാ? ഭയങ്കര ടെൻഷനല്ലേ അവര് പറയും എട്ട് നമ്പർ സുന്ദരികളൊക്കെ വണ്ണാക്കിയിട്ടുണ്ട് hit ആയിരുന്നു. ആ അതൊക്കെ നല്ല ഹിറ്റ് അല്ലേ ഈ പറയുന്നതെല്ലാം? എഴുതി നമ്പർ വണ്ണാക്കി കിട്ടുക ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര പ്രഷറാണ്. അത് ഈ ഇൻഡസ്ട്രിയിൽ ഏതിൽ പോയാലും ഉണ്ടല്ലോ പ്രഷർ. പ്രാവശ്യം എഴുതിയാലും തോറ്റാലും വിജയിച്ചാലും അത് കഴിഞ്ഞു. സീരിയൽ രാവിലെ എണീക്കുമ്പോ തന്നെ താനും വേണമല്ലോ. ആ സ്ഥിരം പോണ്ടതായതുകൊണ്ട് റെഡി ആക്കിയതുകൊണ്ട് നമ്മള് രാവിലെ തന്നെ എഴുന്നിട്ട് കോമഡി ഉണ്ടാക്കണം. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാ. ഒരു 1.5 എപ്പിസോഡ് എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു 10-12 സീനെങ്കിലും എഴുതണം. ഓക്കെ. അല്ല ഞാൻ ചോദിച്ചു വന്നത്, തുടങ്ങിയ സമയത്ത് റിയാലിറ്റി ഷോയിലൂടെ വന്നു, ടിവി സോറി റിയാലിറ്റി അല്ല ടിവിയിലെ ഷോസിലൂടെയാണ് കൂടുതലായിട്ട് വന്നത്, കോമഡി പ്രോഗ്രാമും കാര്യങ്ങളും. കാസറ്റിലൂടെ നമ്മളന്ന് മറ്റേ ടേപ്പ് റെക്കോർഡിലുള്ള കാസറ്റ്. അതെ, ദേമാവില് കൊമ്പത്ത് ഓണത്തിലൊക്കെ പുറ്റിച്ചിടം അങ്ങനത്തെ കാസറ്റ് എഴുതിക്കൊണ്ട് അതിന്റെ സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആദ്യമായിട്ട് ഒരാളെ സമീപിക്കുന്നത്. അല്ലാണ്ട് വെറുതെ അനുശോചിച്ചൊന്നുമല്ല. അങ്ങനെ ചെന്നു. ഞാൻ ചെന്ന് വീണത് ഏറ്റവും വലിയ ടീമിലായിരുന്നു. ദിലീപ് വലിയൊരു പടകളുടെ അടുത്തേക്കായിരുന്നു. അപ്പൊ അവിടെ കൂടി ഇങ്ങനെ പച്ചടിച്ച് അപ്പോഴും ഞാൻ അനുശോചിക്കൂല. ഇത്രയുള്ളൊരു ഫോട്ടോയാണ് അന്ന് കാസറ്റിൽ വന്നത്, ഒരു സ്റ്റാമ്പ്. അതുപോലും ഇടൂലായിരുന്നു എല്ലാരും. പിന്നീട് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, ചേട്ടാ ഒരു ഫോട്ടോ ഇട്ടോട്ടെ. പിന്നെന്താ, ഇട്ടൂടാ ഫോട്ടോ ഇട്ടോളൂ. അങ്ങനെ അങ്ങ് ഫോട്ടോ ഇട്ടു. ചേട്ടന്റെ പേരിൽ ഡയറക്ഷൻ വെച്ചോട്ടെ, അങ്ങനെ വെച്ചോട്ടെ എന്നൊക്കെ ചോദിക്കണം. പക്ഷെ അന്ന് അത്രയും വർഷം മുമ്പേ കയറിപ്പം അന്നത്തെ ആ ഒരു 125 രൂപയാണ് എനിക്ക് ഒരു പ്രോഗ്രാമിന് പേയ്മെന്റ്. അന്ന് തിരുവനന്തപുരത്ത് പോയി കളിച്ചാലും ഒരു ദിവസത്തെ പേയ്മെന്റ് 125 രൂപ. കണ്ണൂര് പോയി കളിച്ചാലും 125 രൂപയായിരുന്നു അന്നത്തെ പേയ്മെന്റ്. അല്ല, ജയറാമേട്ടനൊക്കെ എന്നോട് പറഞ്ഞു എനിക്ക് 100 രൂപയും പിന്നെ 10 രൂപ വണ്ടിക്കാശ് പറഞ്ഞിട്ട് എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ജയറാമേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ഞങ്ങള് പിന്നെ കുറച്ച് 125 ആയി. ഡെയിലി 2 പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. അപ്പൊ 250 എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്. ഇന്നിപ്പോ അത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് എത്ര പൂജ്യങ്ങൾ ചേർക്കണം എന്നുള്ളതാണ് അല്ലേ ഇടിക്കാര് വരാനായിട്ട്. അതൊന്നുമല്ല, ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ലക്ഷങ്ങളാണല്ലോ ഇപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ അന്ന് നമ്മള് മിമിക്രി കടന്നപ്പോഴുള്ള പോലെ തന്നെ മിമിക്രി കടന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. എല്ലാവർക്കും വണ്ടിയായി, കാറായി, വീടായി, എല്ലാരും ഒക്കെ മെച്ചപ്പെട്ടില്ലേ. ഇപ്പൊ ഈ രമ്യ തന്നെ ഒരു ചാനലിൽ ഇരുന്നിട്ട് എത്രയോ മിമിക്രിക്കാരെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാരും ഇന്നിപ്പോ വലിയ നിലയിലാണ് എല്ലാരും. അതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് ശരിക്കും. രമ്യ ഇരുന്നിട്ട് ജഡ്ജ് ചെയ്ത കുറേ പേരുണ്ട്. അവരൊക്കെ ഇപ്പൊ വലിയ ആൾക്കാരായി, സിനിമയിൽ വലിയ ആൾക്കാരായി. അതെ, ബിപിന്, വിഷ്ണു അവരൊക്കെ ഇന്നിപ്പോ ഏത് ലെവലിലാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷം അവരെയൊക്കെ കാണുമ്പോ. നിഖിലിന്റെ കൂടെ ഒക്കെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ യേശുദാസ് തുടങ്ങി ഇങ്ങോട്ട് താഴത്തേക്കുള്ള എല്ലാവരായിട്ടും പ്രോഗ്രാം ചെയ്യാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമാണ് അല്ലേ. തുടങ്ങി ഇങ്ങോട്ട് എല്ലാവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഇതൊക്കെ തന്നെ ഭാഗ്യം, വേറെ എന്തുണ്ട്. പിന്നല്ലാതെ ഭയങ്കര ഭാഗ്യമല്ലേ. അങ്ങനെ ഗായകന്മാരോടും ഗായികമാരോടും ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുന്നവരോടും ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. റേഡിയോയും പാട്ടും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലോകമാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങള് ധർമ്മജൻ ചേട്ടന്റെ വീടിനടുത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്ത് രസമെന്ന് പറയും ഈ സ്ഥലം കാണാനായിട്ട്. അതിനകത്ത് വേറൊരു രസമുള്ളത്, ഈ ചേച്ചി അനുജ ചേച്ചി ആദ്യമായിട്ടാണ്, 9 വർഷമായി അവർ ആ വീട്ടിൽ താമസിക്കുന്നു. എന്നിട്ട് ചേച്ചി ആദ്യമായിട്ടാണ് അത്ര ഈ തൊട്ടടുത്ത് ഈ സ്ഥലം കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താ ധർമ്മജൻ ചേട്ടാ, ഇടയ്ക്കൊക്കെ അനുജ ചേച്ചിനെ ഇവിടെ കൊണ്ടുവന്നൂടെ? വരില്ല, ചേച്ചിക്ക് ഇതൊന്നും കാണണമെന്നൊന്നും ഇഷ്ടമൊന്നും ഇല്ല. എന്ത് ഭംഗിയാ നോക്കിക്കേ കാണാൻ. നിങ്ങൾ ഇവിടെ വന്ന് മീൻ പിടിക്കാറൊക്കെ ഉണ്ടോ ടൈം പാസിന്? അങ്ങനെ ഇരിക്കുന്നത് എന്ത് മനോഹരമായി. അല്ലാതെ തന്നെ സീരിയസ് ആയിട്ട് വന്ന് മീൻ പിടിക്കാറുണ്ട്. കൂട്ടുകാരൻ ഈ അടുത്ത ദിവസം മരിച്ചുപോയി. അവനാണ് ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്നത്. ഇതിന് ഭയങ്കര ആഴാണോ? നല്ല ആഴമുണ്ട്. ഇത് ഞങ്ങള് ഈ വള്ളംകളി ഇവിടെ നടക്കാറുണ്ട്. എല്ലാ കൊല്ലവും വള്ളംകളി നടത്തുന്നതിന്റെ ഫൈനൽ പോയിന്റ് ഇതാണ്. അപ്പൊ അങ്ങനെ വള്ളംകളി നടത്തുന്ന സ്ഥലവും കൂടിയാണിത്. അപ്പൊ ഈ ഒരു ഇതിന്റെ പേരെന്താ, ഈ പുഴയുടെ പേര്? മുട്ടിനകം പുഴ. പെരിയാറാണിത്. അതിന്റെ കണക്ഷൻ. ഇത് ഞങ്ങള് വള്ളംകളി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഫൈനൽ പോയിന്റ് ആണ്. ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാല് ഇവിടെ നല്ല ആഴമുണ്ട്. 2 തെങ്ങിന്റെ ആഴം ഉണ്ടാവും. അത്ര ഉണ്ടല്ലേ?
ഓ അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് ഇവിടെ നീന്താനൊക്കെ വരാറുണ്ടോ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ചേർന്നിട്ട്? നീന്താനൊന്നും വരാറില്ല. വരാറില്ല. ഇവിടെ ഇങ്ങനെ വന്ന് മീൻ പിടിക്കും വർത്താനം പറയും പോകും. രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോ ഇവിടെ വന്നിട്ട് ചെറിയ ജോഗിങ് ഒക്കെ ഇവിടെ ഇതിപ്പോ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയെ നിറഞ്ഞു ഫുൾ ഭയങ്കര റെസിഡൻഷ്യൽ ഏരിയ, തൊട്ടടുത്തടുത്തടുത്ത ഇവിടെ നിറയെ വീടുകളുണ്ട്. വന്ന പിന്നെ ഇഷ്ടംപോലെ വീടുകൾ ഞാൻ ഇങ്ങോട്ട് നിൽക്കാം ധർമ്മചേട്ടാ. ആ ധർമ്മചേട്ടൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്ര വീടുകളായത്. അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല ഇത്രയും അടുത്ത വീടുകൾ ഉണ്ടായിട്ടേ ഞാൻ കേട്ടു ധർമ്മചേട്ടന്റെ വീട്ടില് കള്ളൻ കേറിയെന്ന് ഒരിക്കല്. ഇത്ര തൊട്ടടുത്ത് വീടുകൾ ഉള്ള സ്ഥലത്തും എങ്ങനെ ഇങ്ങനെ കള്ളന്മാര് കേറണു? കേറിയിട്ടുണ്ടോ? സത്യമാണോ വാർത്തയൊക്കെ? കേറിട്ടേ ഇല്ലേ? ഈശ്വര, എന്നിട്ട് ഞങ്ങള് കേട്ട ഞാനിപ്പോ ഒരു പ്രോഗ്രാമിന് അമേരിക്ക പോയി കഴിഞ്ഞാൽ 40-48 ദിവസം കഴിഞ്ഞിട്ടാ വന്നത്. സേഫാണ്, ഞങ്ങളുടെ ഈ ഏരിയ സേഫാണ്. ഇപ്പൊ നിങ്ങൾ വന്നപ്പോ കണ്ടില്ലേ എന്റെ 2 വീലറും അതിന്റെ താക്കോലും അതിൽ തന്നെ ഉണ്ടായിരുന്നു. എത്ര നേരോട്ടിരിക്കണത്? അത്ര സേഫ് ആണ് ഈ നാട്. അവിടെ താക്കോലും 2 വീലറും കൂടി അവിടെ ഇരിപ്പുണ്ടായില്ലേ? മനസ്സിലായി, കണ്ടു ഞാനത്. ഇരിക്കണത് അത് ആരും അടിച്ചോണ്ട് പോയിട്ടില്ല. അതാണ്. എന്നിട്ടാണ് നമ്മൾ മീഡിയയിലൂടെ ഇങ്ങനെ കേട്ടൊരു കാര്യമാണ് ധർമ്മജൻ ചേട്ടന്റെ വീട്ടില് കള്ളൻ കേറി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ ആരെങ്കിലും എന്റെ സ്വന്തം ഈ എന്താ പറയണത് ആട് 2 എന്ന് പറഞ്ഞിട്ടൊരു പടത്തിന്റെ വലിയൊരു കട്ടൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ വലുതാണ് കട്ടൗട്ടർ. അന്ന് അവിടെ സ്റ്റേജിൽ വെച്ചാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ പിന്നെ ആവശ്യമില്ലല്ലോ. അപ്പൊ എന്റെ കട്ടൗട്ടർ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കാറിൽ തന്നെ കയറൂല, പകുതി പുറത്തൊക്കെ ആയിട്ട് ഇട്ടിട്ട് കാറിൽ കൊണ്ടുവന്നിട്ട് ടെറസിന്റെ മേളിൽ ഇത് വെച്ചിട്ട് അതവിടെ വെച്ചിട്ടൊന്നും ശരിയാകണില്ല. അപ്പൊ ആ വാട്ടർ ടാങ്കിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് അതിങ്ങനെ ഇരുന്ന് വെച്ചത് എന്റെ ഫോട്ടോ. ഇവള് രാത്രി അന്ന് ഉറങ്ങാൻ വൈകി 10-12 മണിയായപ്പോ ഇവള് എന്തോ കാര്യത്തിന് ഇത് തുണിയെടുക്കാൻ തന്നോട്ടും വാതിൽ തുറന്ന് അങ്ങോട്ട് കയറിയപ്പോ എന്റെ ഫോട്ടോ ഇങ്ങനെ കണ്ടിട്ട് ഇവള് പേടിച്ച് കയറി മെഴുകി വന്ന് കരഞ്ഞിട്ട് പിന്നെ വെളുപ്പിന് 4:30 വരെ ഞാൻ സമാധാനിപ്പിച്ചു. സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കണ്ട് പേടിച്ച് പേടിച്ച്. അപ്പൊ ആ നിലവിളിയിൽ നിന്ന് വന്ന ഫേക്ക് ന്യൂസ് എന്തോ ആണ് ധർമ്മജന്റെ വീട്ടിൽ കള്ളൻ കേറി എന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള വരാപ്പുഴയില് മുട്ടിനകം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പുഴയും കണ്ടു, ഈ ഒരു ഏരിയ. അതെ, അത് നമുക്ക് ഇനി വേറൊരു ദിവസം വരാം. നമുക്ക് ഇവിടെ വല വിരിച്ച് മീൻ പിടിക്കാനായിട്ട് വേറൊരു ദിവസം വരാം. അപ്പൊ എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്ത് താമസിക്കുന്ന ഇവര് രണ്ടുപേരുടെയും കംപ്ലീറ്റ് വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ താങ്ക് യു ധർമ്മൻ ചേട്ടാ, ഈ ഒരു സ്ഥലമൊക്കെ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തന്നതിന് ഒരുപാട് സന്തോഷം. ഇവരുടെ വീടിന് തൊട്ടടുത്താണ് കേട്ടാ, ഒരു ഒന്ന് വിചാരിച്ചാൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ഏരിയ ഒക്കെ കണ്ട് ഭയങ്കര സംതിങ് സ്പെഷ്യൽ തന്നെയായി നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് സന്ധിക്കും വരയ്ക്കും വീടിന്റെ ഉള്ളിലല്ലേ? അതെ, ഞാൻ വീടിന് പുറത്തേക്ക് കൊണ്ടുവന്നതാ ഒരു ചേഞ്ചിന് വേണ്ടി, സ്പെഷ്യൽ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ.